IPL ആവേശങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ്. അപ്പോൾ IPL മത്സരങ്ങളുടെ വ്യാജ ടിക്കറ്റുകൾ ഓൺലൈനിൽ വിൽപ്പന നടത്തി ലക്ഷങ്ങൾ തട്ടുന്ന സംഘം സജീവമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. രാജ്യത്ത് വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. പണം നഷ്ടമായവരിൽ മലയാളികളുമുണ്ട്. തട്ടിപ്പിനെക്കുറിച്ച് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ 1 ഇൻവെസ്റ്റിഗേഷൻ. IPL പോരാട്ടങ്ങൾ സ്റ്റേഡിയത്തിലെത്തി കാണാൻ കാത്തിരിക്കുന്നവരാണോ എങ്കിൽ വ്യാജ ടിക്കറ്റ് സംഘത്തെ സൂക്ഷിക്കണം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ അവസാന അവസരം, VIP ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക്. ഇത്തരം വാഗ്ദാനങ്ങളുമായാണ് തട്ടിപ്പ് സംഘം എത്തുന്നത്. ഓൺലൈൻ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതോടെ പണം നൽകാൻ ആവശ്യപ്പെടും. തുക കൈമാറുന്നതിന് തൊട്ടു പിന്നാലെ ടിക്കറ്റും എത്തും. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ടിക്കറ്റ്. 4 ടിക്കറ്റ് വാങ്ങിയതിലൂടെ കണ്ണൂർ സ്വദേശിക്ക് 10,000 രൂപയാണ് നഷ്ടമായത്. എറണാകുളം സ്വദേശിക്ക് 8,000 രൂപയും. കേരള പോലീസിന് ലഭിച്ച പരാതിയിൽ സൈബർ വിഭാഗം പരിശോധന തുടങ്ങി. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം തട്ടിപ്പ് സംഘം സജീവമാണ്. പരാതികൾ ഏറെ ഉണ്ടെങ്കിലും അന്വേഷണം എങ്ങുമെത്താതാകുന്നതോടെ സംഘത്തിന്റെ പ്രവർത്തനം സജീവമായി തുടരുകയും ചെയ്യും. IPL മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളെ മാത്രം ആശ്രയിക്കുക. അതാണ് വഞ്ചിതരാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ക്യാമറമാൻ രാജീവ് രാജേന്ദ്രനൊപ്പം സിജോ വി ജോൺ, മീഡിയ 1. വിവരങ്ങൾ തത്സമയം അറിയാം. സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് IPL മത്സരങ്ങൾ നടക്കുമ്പോൾ ഒരു ടിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കും. അപ്പോൾ കിട്ടുന്നത് വ്യാജ ടിക്കറ്റ്, പണം പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന തട്ടിപ്പാണ്. ഒരു വലിയ അന്വേഷണം തന്നെ വേണ്ടിവരും. എന്തൊക്കെയാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ള കഥകൾ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ IPL പോരാട്ടമാണ്. ടിക്കറ്റ് വിൽപ്പനയിൽ തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് മാറിമറിയുന്നത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വൻ സംഘം രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നത്. കേരളത്തിലും നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. 2 പേർ മാത്രമാണ് ഇതുവരെയും പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായും തട്ടിപ്പിന് ഇരയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. IPL മത്സരങ്ങളുടെ ടിക്കറ്റുകൾ പ്രധാനമായും ബുക്ക് മൈ ഷോയിലൂടെയാണ് വിൽപ്പന നടത്തുന്നത്. അതോടൊപ്പം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലും അതോടൊപ്പം തന്നെ ആപ്പുകളിലൂടെയാണ് ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത്. ഈ ടിക്കറ്റുകൾ ലഭിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും പല ആളുകളും ഓൺലൈനിനെ ആശ്രയിക്കുക. അങ്ങനെയാണ് പല ലിങ്കുകളിലും കയറുക, പണം നൽകുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമാനമായ രീതിയിൽ എങ്ങനെയാണ് ഒറിജിനലായിട്ടുള്ള ഓൺലൈൻ പ്രോസസ്സ് അതേ രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. അത് ഈ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ടിക്കറ്റാണ് ലഭിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ഫേക്ക് ആയിട്ടുള്ള ടിക്കറ്റാണ് എന്നുള്ളതാണ് സംബന്ധിച്ച്. എന്തായാലും ഇത് തടയിടണമെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു നടപടികൾ വേണം. കാരണം രാജ്യവ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും IPL അധികൃതരും BCCI അധികൃതരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ പരാതികൾ വന്നതിന് പിന്നാലെ ഉടനടി തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 കേസുകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.